കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, CPM. അത് മാത്രമാണ് ഏറ്റവും വലിയ വർഗീയത. ഇവിടെ വർഗീയത കളിക്കുന്നത്, കേരളത്തിൽ ഇത്രമാത്രം വർഗീയ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്ന പാർട്ടി CPM ആണ്. നമുക്കറിയാലോ, വടകരയിൽ ടീച്ചറമ്മ ഒരു സ്ക്രീൻഷോട്ട് അറിയാലോ, കാഫിർ സ്ക്രീൻഷോട്ട് ഷാഫിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറക്കിയ കാഫിർ സ്ക്രീൻഷോട്ട് അന്വേഷിച്ച് അത് യൂത്ത് ലീഗുകാരുടെ തലയിൽ വെക്കാൻ നോക്കി. അവരെങ്ങനെയാണല്ലോ, അവര് TP ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്നിട്ട് മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒടിച്ച ഇന്നോവ വിട്ട പാർട്ടിയാണ് അല്ലേ? ഒക്കെ ചെയ്തിട്ട് ഇതൊന്നും ഞങ്ങളല്ല എന്ന് പറഞ്ഞ് മറ്റൊരുത്തര് തലയിൽ കെട്ടിവെക്കാനുള്ള ഇവരുടെ സൂത്രപ്പണിയുണ്ടല്ലോ. എന്റെ മക്കളെ, ഇതുപോലൊരു നാറിയ പാർട്ടി കേരളം കണ്ടിട്ടില്ല കേട്ടോ. എന്നിട്ടാണ് ഒരു ഉളുപ്പും ചെളിപ്പുമില്ലാതെ നമ്മളൊക്കെ തൊലി ഉരിഞ്ഞു പോകട്ടോ. ജമാഅത്തെ ഇസ്ലാമി സഖ്യം ആത്മഹത്യാപരം. ഇതൊക്കെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് ജമാഅത്തെ ഇസ്ലാമിന്റെ തോളിൽ കൈയിട്ട ഒരുമിച്ച് ബിരിയാണി അടിച്ച ടീമാണ് ഇപ്പം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി സഖ്യം ആത്മഹത്യാപരം എന്ന് പറയുന്നു. പോരെ, എല്ലാവർക്കും നമസ്കാരം. വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദേശാഭിമാനി പത്രം പതിവ് പോലെ ഒരു വലിയ തമാശയാണ് പറയാനുള്ളത്. ദേശാഭിമാനിയുടെ മെയിൻ സ്റ്റോറി കണ്ടില്ലേ? UDF-ൽ അണികൾക്കും എതിർപ്പാണ്. എന്താ കാര്യം അറിയോ? ജമാഅത്തെ ഇസ്ലാമി സഖ്യം ആത്മഹത്യാപരം. അതായത് 4 വോട്ടിനായി UDF മതനിരപേക്ഷത പണയപ്പെടുത്തുന്നു എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറയാണ്. 4 വോട്ടിനു വേണ്ടി UDF മതനിരപേക്ഷത എന്ത് ചെയ്യുന്നു? പണയപ്പെടുത്തുന്നു. കാരണം UDF-കാര് ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യത്തിലേർപ്പെടുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വലിയ ആരോപണം. ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഈ വരുന്ന തെരഞ്ഞെടുപ്പില് UDF ആരുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നു? ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നു. അത് നാടിന് അത്യന്തം ആപൽക്കരമാണ് എന്ന് നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ് ആര്? പിണറായി വിജയൻ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഛർദിച്ചു വെച്ചത് പിണറായി വിജയൻ എങ്ങനെയാണ് നക്കി തിന്നുന്നത്. എന്നോട് ഒരു വിദ്വേഷം വേണ്ട, എന്നോട് ഒരു വിദ്വേഷവും കാണിക്കേണ്ട. ഞാൻ പറയുന്നത് പച്ച പരമാർത്ഥമാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത്, പിണറായി വിജയൻ സ്വന്തം ഛർദി നക്കി തിന്നുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഛർദി നക്കി തിന്നുന്ന സ്വഭാവം സാധാരണ നക്കികളായ ഈ CPM നേതാക്കന്മാർക്കൊക്കെ ഉള്ളതാണ്. അതിൽ ആരും വലിയ മോശമൊന്നുമില്ല. ഈ 1ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുകയാണ്. നമ്മുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മുതൽ താഴോട്ടുള്ള എല്ലാ CPM-ന്റെ നേതാക്കന്മാരും അതിനേക്കാളൊക്കെ മുകളിലുള്ള CPM-ന്റെ ഗോവിന്ദനേക്കാളും ബേബി സഖാവിനേക്കാളും ഒക്കെ മുകളിലുള്ള ശ്രീമാൻ ബഹുമാന്യനായ കാരണഭൂതവും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കഴിവ് എന്താന്ന് വെച്ചാൽ ഛർദിച്ചത് നക്കി തിന്നതിനുള്ള കഴിവ്. അതാണ് ഛർദി നക്കി പിണറായി എന്ന് പറയും കേട്ടോ. സ്വന്തം ഛർദി നക്കി തിന്നുന്ന പിണറായിയെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ സ്റ്റോറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്നറിയോ? UDF-ന് വോട്ട് ചെയ്യുന്ന ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും അത് അംഗീകരിക്കില്ല. ഏതെന്നറിയോ? തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി UDF ഉണ്ടാക്കിയ പരസ്യ സഖ്യം ആത്മഹത്യാപരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതുകൊണ്ട് UDF-ന് വോട്ട് ചെയ്യുന്ന ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും അത് അംഗീകരിക്കില്ല. അതുകൊണ്ട് മുസ്ലിങ്ങളൊക്കെ ആർക്ക് വോട്ട് ചെയ്യണം? മുസ്ലിങ്ങളൊക്കെ അമ്മക്ക് വോട്ട് ചെയ്യണം. കാരണം UDF ആരുടെ കൂടിയാണ്? ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ട പാർട്ടിയാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾ വരെ ഇനി UDF-ന് വോട്ട് ചെയ്യില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഏറ്റവും വലിയ മത തീവ്രവാദ സംഘടനയാണ്, ഭീകര സംഘടനയാണ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കോ അതിപ്പം നല്ലൊരു കാര്യമല്ലേ? ഇനി ഈ സ്റ്റോറിയിൽ മാത്രമല്ല കേട്ടോ, അത് കഴിഞ്ഞിട്ട് ഇങ്ങപ്പുറത്ത് UDF-ന്റെ വർഗീയ ബാന്ധവം ചർച്ച. അതിൽ പറയുന്നത് എന്താ അറിയോ? ജമാഅത്തെ ഇസ്ലാമി SDPI സംഘടനകളുമായുള്ള UDF-ന്റെ കൂട്ടുകെട്ടിനെതിരെ
പൊതുസമൂഹം രംഗത്തു വന്നു കഴിഞ്ഞു. പൊതുസമൂഹമാകെ ഇതിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. അപ്പൊ UDF എന്ന് പറഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF ആരും വോട്ട് ചെയ്യരുത്. കാരണം UDF ഈ മതരാഷ്ട്രവാദികളായ മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നവരാണ്. ഇനി ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഞാൻ ആ സംഭവം കാണിച്ചു തരാം. ഏത് സംഭവം അറിയോ? പിണറായി സ്വന്തം ഛർദി തിന്നുന്ന ആ സംഭവം കാണിച്ചു തരാം. ആരും പോകരുത്, ജസ്റ്റ് വെയിറ്റ്. പണ്ടൊക്കെ ഇത്തരം കാര്യങ്ങളെ ഈ മുമ്പ് നടന്ന പഴയ ഛർദികളൊക്കെ പിണറായി വിജയൻ പണ്ട് ഛർദിച്ചു വെച്ച സാധനങ്ങളൊക്കെ കണ്ടെത്താൻ പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമുക്കിത് ഈ ഛർദി നമുക്കറിയാലോ. പുതിയ ഛർദി തന്നെ നമുക്ക് കാണാൻ പ്രയാസമാണ്. ഇത് പഴക്കമുള്ള ഛർദിയാണെങ്കിൽ പറയാനില്ല. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, കാലം മാറി. നമുക്ക് എത്ര പഴയ ഛർദി വേണമെങ്കിലും നമുക്ക് പിടിച്ചുകൊണ്ടുവരാം. ഇതാ ഞാൻ അങ്ങനെ നോക്കിയപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭാഗ്യത്തിന് ഹിലാൽ ബാബു എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഷെയർ ചെയ്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിലാണ് ഈ സാധനം ഉള്ളത്, പിണറായി വിജയന്റെ പഴയ ഛർദി. ഇതാ അത് ഇങ്ങനെയാണ്. ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണേ. എല്ലാവരും ഇപ്പം ശരിക്കും കണ്ടോളുന്നില്ല. ഞാനത് വായിച്ചു തരാം, ബുദ്ധിമുട്ടണ്ട. ഞാൻ വെറുതെ എന്റെ എന്താ പറയാ, ഞാൻ ഇല്ലാത്തത് വായിക്കല്ല. അപ്പോൾ ഇതിലെന്താ പറയുന്നത് അറിയോ? കേൾക്കണേ. അതായത് വർഷങ്ങൾക്കപ്പുറമുള്ള മാതൃഭൂമി പത്രത്തിന്റെ ഒരു കട്ടിംഗ് ആണ്. തലക്കെട്ട് എന്താണെന്നറിയോ? ജമാഅത്തെ ഇസ്ലാമി നിലപാടുള്ള സംഘടന. കണ്ടില്ലേ? ജമാഅത്തെ ഇസ്ലാമി നിലപാടുള്ള സംഘടന. ആരാ പറയുന്നത്? പിണറായി വിജയൻ പറയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ നിലപാടുള്ള സംഘടന. കാരണം അന്ന് ജമാഅത്തെ ഇസ്ലാമി നമ്മളെ കൂടെയായിരുന്നു. നമ്മളിട്ടാ ബർമുഡ, നിങ്ങളിട്ടാ ട്രൗസർ. നമ്മളിട്ടാൽ ബർമുഡ, നിങ്ങളിട്ടാൽ ട്രൗസർ. ഇതാണ് ഇന്ന് ദേശാഭിമാനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി നിലപാടുള്ള സംഘടന എന്നാണ് പിണറായി പറയുന്നത്. വാർത്ത എന്താണെന്നറിയോ? കണ്ണൂരിൽ നിന്നുള്ള വാർത്തയാണ്. മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. അന്ന് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആവുമ്പോൾ പിണറായി വിജയൻ പറഞ്ഞതാണ് എന്താണ്? മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ യുഡിഎഫിന് പിന്തുണ കൊടുക്കുമ്പോ, UDF അവരുമായി സഖ്യത്തിൽ ഏർപ്പെടുമ്പോ പിണറായി പറയാണ്, അത് പറ്റൂല, അത് ഏറ്റവും വലിയ നാടിന്റെ ആപത്താണ്, ജനങ്ങൾക്ക് ആപത്താണ്, ജനങ്ങളാകെ അതിനെതിരാണ്, മുസ്ലിങ്ങൾ വരെ എതിരാണ്. മൂപ്പര് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ മൂപ്പര് പറഞ്ഞത് മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. കണ്ണൂരിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂരിൽ വെറുതെ ഒരു പ്രസ്താവനയല്ല കേട്ടോ, കണ്ണൂരിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ സാർവദേശീയ രംഗത്തൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് വെച്ചാണ് ഓരോ കാലഘട്ടത്തിലും അവർ നിലപാടെടുത്തത്. ഓരോ മണ്ഡലത്തിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്തിരുന്ന സമീപനമാണ് ജമാഅത്തെ ഇസ്ലാമി മുമ്പ് സ്വീകരിച്ചിരുന്നത്. കഴിഞ്ഞ തവണയാണ് ആദ്യമായി അവർ ഇടതുമുന്നണിക്ക് പിന്തുണ നൽകിയത്. അഭിമാനപൂർവ്വം പിണറായി വിജയൻ പറയാണ്, ജമാഅത്തെ ഇസ്ലാമി നമുക്ക് പിന്തുണ നൽകിയിരിക്കുന്നു. പണ്ടൊക്കെ അങ്ങനെയായിരുന്നില്ല, ഇപ്പതാ ഞങ്ങൾക്ക് പിന്തുണ നൽകിയിരിക്കുന്നു. ഇപ്പം പിന്തുണ UDF-ന് പോയപ്പം ദേശാഭിമാനി പൊട്ടിക്കരയല്ല. പിണറായി വിജയൻ അന്ന് ഛർദിച്ചത് ഇപ്പതാ നക്കി തിന്നുന്നു. നാണുണ്ടോ അന്തംഗമികളെ? അടുത്ത കാലത്തൊന്നും ഇമ്മാതിരി ഒരു വാർത്ത കുറച്ച് ദിവസങ്ങളായി ഈ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള ഇവരുടെ ഈ കലിപ്പ്, തുടങ്ങിയത്. അതിന്റെ ഒരുപാട് പഴയ കഥകളുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കഴിഞ്ഞില്ല. ഛർദിഞ്ഞുണ്ട് കേട്ടോ. അടുത്ത വാർത്തയാണ്. അതായത് ഇടതുപക്ഷത്തിന് ശക്തി പകരണം. ആരാ പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പൊ കൊടുക്കൽ വാങ്ങലുകളാണ്. ജമാഅത്തെ ഇസ്ലാമി ഇങ്ങോട്ടും എന്താ പറയുന്നത്? ഇടതുപക്ഷത്തിന് ശക്തി പകരണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ദേശാഭിമാനിയിൽ വന്ന വാർത്തയാണ്. ദേശാഭിമാനിയിൽ വന്ന വാർത്ത. ദേശാഭിമാനിയിൽ 7/4/2009 വന്ന വാർത്തയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ശക്തി പകരണമെന്ന് ജമാഅത്തെ ഇസ്ലാമി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആർക്ക് ശക്തി വരണം? LDF-ന് ശക്തി വരണം. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ശക്തി പകരണമെന്ന് ജമാഅത്തെ ഇസ്ലാമി. സംഘടനയുടെ നയരൂപീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അമീർ T ആരിഫ് അലിയാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ T ആരിഫ് അലിയാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. ആർക്ക് നമ്മൾ ശക്തി പകരണം? നമ്മള് ഇടതുപക്ഷ മുന്നണിക്ക് ശക്തി പകരണമെന്ന് ജമാഅത്തെ ഇസ്ലാമിയും പറയുകയാണ്.
ഇത് മുസ്ലിങ്ങളുടെ മാത്രം ആവശ്യമല്ല, ഇന്ത്യയിലെ മറ്റ് ന്യൂനപക്ഷങ്ങളുടെയും അടിച്ചമർത്തപ്പെടുന്നവരുടെയും ആഗ്രഹമാണ്. കഴിഞ്ഞ പാർലമെന്റിലേതുപോലെ വരാൻ പോകുന്ന പാർലമെന്റിലും ഇടതുപക്ഷത്തിന് ശക്തമായൊരു ബ്ലോക്ക് ആവാൻ കഴിഞ്ഞാലേ ഇന്ത്യയിൽ മതേതരത്വവും ജനാധിപത്യവും പുലരുകയുള്ളൂ. അപ്പൊ ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും പുലരണമെങ്കിൽ ഇടതുപക്ഷത്തെ സഹായിക്കണമെന്ന് ജമാഅത്തെ ഇസ്ലാമിയും പറയുകയാണ്. ആ വാർത്ത എത്ര കോളത്തിലാണ്? 4 കോളത്തിലാണ് ദേശാഭിമാനി ഈ വാർത്ത കൊടുത്തത് കേട്ടോ. ഇനി അതിനേക്കാൾ വലിയ സംഭവമാണ് അടുത്തത്. ജമാഅത്തെ ഇസ്ലാമിയുമായി സംസാരിച്ചത് വാസ്തവം പിണറായി. മാതൃഭൂമിയിൽ വന്ന തലക്കെട്ടാണ് താഴെ കാണുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായി സംസാരിച്ചത് വാസ്തവം. അതെങ്ങനെയാ പറയുന്നത് അറിയോ? ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി സംസാരിച്ചത് വാസ്തവമാണ്. ഇനി അഭിപ്രായം അറിയിക്കേണ്ടത് അവരാണ് പറയുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരുമായി നീക്കുപോക്കിനെ കുറിച്ചൊക്കെ സംസാരിച്ചത് വാസ്തവം തന്നെയാണ് എന്ന് പിണറായി പറയുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. 3 വാർത്തകളാണ് കാണിച്ചത്. ഒന്നുമല്ല, സാധാരണ ഓർമ്മശക്തിയുള്ളവർക്കറിയാം മുൻകാലഘട്ടങ്ങളിൽ ഏത് വിധത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി അല്ലെങ്കിൽ കേരളത്തിലെ വർഗീയവാദികളുമായി സി പി എമ്മിനോളം സന്ധി ചെയ്ത മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇല്ല കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, സി പി എം. അത് മാത്രമാണ് ഏറ്റവും വലിയ വർഗീയത. ഇവിടെ വർഗീയത കളിക്കുന്നത് കേരളത്തിൽ ഇത്രമാത്രം വർഗീയ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്ന പാർട്ടി സി പി എം ആണ്. നമുക്കറിയാലോ, വടകരയിൽ ടീച്ചറമ്മ ഒരു സ്ക്രീൻഷോട്ട് അറിയാലോ, കാഫിർ സ്ക്രീൻഷോട്ട് ഷാഫിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറക്കിയ കാഫിർ സ്ക്രീൻഷോട്ട് അന്വേഷിച്ച് അത് യൂത്ത് ലീഗുകാരുടെ തലയിൽ വെക്കാൻ നോക്കി. അവരെങ്ങനെയാണല്ലോ, അവര് ടി പി ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊന്നിട്ട് മാഷാ അള്ളാ സ്റ്റിക്കർ ഒടിച്ച ഇന്നോവ വിട്ട പാർട്ടിയാണ് അല്ലേ? ഒക്കെ ചെയ്തിട്ട് ഇതൊന്നും ഞങ്ങളല്ല എന്ന് പറഞ്ഞ് മറ്റൊരുത്തര് തലയിൽ കെട്ടിവെക്കാനുള്ള ഇവരുടെ സൂത്രപ്പണിയുണ്ടല്ലോ. എന്റെ മക്കളെ, ഇതുപോലൊരു നാറിയ പാർട്ടി കേരളം കണ്ടിട്ടില്ല കേട്ടോ. എന്നിട്ടാണ് ഒരു ഉളുപ്പും ചെളിപ്പൂല്ലാതെ നമ്മളൊക്കെ തൊലി ഉരിഞ്ഞു പോകട്ടോ. ജമാഅത്തെ ഇസ്ലാമി സഖ്യം ആത്മഹത്യാപരം. ഇതൊക്കെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് ജമാഅത്തെ ഇസ്ലാമിന്റെ തോളിൽ കൈയിട്ട ഒരുമിച്ച് ബിരിയാണി അടിച്ച ടീമാണ് ഇപ്പം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി സഖ്യം ആത്മഹത്യാപരം എന്ന് പറയുന്നു. പോരെ, ഇതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും ബീഭത്സമായ കാഴ്ച. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്, നമ്മുടെ രാഹുൽ മങ്കൂട്ടത്തിന്റെ ആ ലൈംഗിക പീഡനം എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ബീഭത്സമായ കാഴ്ച. അതൊന്നും അല്ല. അതൊരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഇടപാട്. അതവിടെ നിൽക്കട്ടെ, അതിന്റെ ഫലം ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഇതാണ് കേരളത്തിലെ ഏറ്റവും അപഹാസ്യമായ കാഴ്ചയാണ് ഇത്. ചില്ലിട്ട് സൂക്ഷിക്കേണ്ടതാണ് ഈ പത്രം. ജമാഅത്തെ ഇസ്ലാമി സഖ്യം മാത്രമല്ല, മൂപ്പരുടെ 1 നമ്പർ ശിഷ്യൻ ആരെന്നറിയോ? പൂമരൻ. അയ്യപ്പനെയും മാളിയപ്പുറത്തമ്മയെയും കല്യാണം കഴിപ്പിച്ചൊരു മുതലുണ്ടല്ലോ, പൂമരൻ. മൂപ്പരുടെ പ്രസ്താവന ഉള്ളിലുണ്ട്. ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വമായി ജമാഅത്തെ ഇസ്ലാമി മാറി എം സ്വരാജ്. മൂപ്പരപ്പ കാണാനില്ല. മൂപ്പര് അയ്യപ്പനെയും മാളിയപ്പുറത്തമ്മനെയും കല്യാണം കഴിച്ചിട്ട് പോയതാണ്. പിന്നെ ആ വഴിക്ക് പിന്നെ വന്നിട്ടില്ല. കേരളത്തിൽ പ്രളയമുണ്ടായത് മാളിയപ്പുറത്തമ്മക്ക് അറിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ വിഷമാണ് കേട്ടോ. കൊടിയ വിഷം, വർഗീയ വിഷമാണ് ഈ മുതല് എം സ്വരാജ്. കണക്കിന് കൊടുക്കുന്നുണ്ട് നമ്മളെ അവിടെ ആൾക്കാർ. നിന്ന നിൽപ്പിൽ എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പറത്തി വിട്ടിട്ടുണ്ട്. നിലം തൊടിക്കാതെ പറത്തി വിട്ടിട്ടുണ്ട്. ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വമായി ജമാഅത്തെ ഇസ്ലാമി മാറി.
മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വമായി ജമാഅത്തെ ഇസ്ലാമി മാറിയതായി CPIM സംസ്ഥാന സെക്രട്ടറി അംഗമായ M സ്വരാജ് പറഞ്ഞു. പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലീഗിന്റെ രാഷ്ട്രീയ നിലപാടുകളെ സ്വാധീനിക്കുക മാത്രമല്ല, അതിനെ നിർണയിക്കുന്ന ശക്തിയായി ജമാഅത്തെ ഇസ്ലാമി മാറിയിരിക്കുകയാണ്. അതുവഴി അവർ UDF-നെ സ്വാധീനിക്കുന്നു. അത് സമൂഹത്തിന് ഗുണകരമാവില്ല. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി UDF-നെ സ്വാധീനിക്കുന്നത് സമൂഹത്തിന് ഗുണകരമാവില്ല എന്നാണ് പിണറായിയുടെ അരുമ ശിഷ്യൻ ഈ പൂമരൻ പറയുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമിന്റെ തോളിൽ കൈയിട്ട് കോഴി ബിരിയാണി അടിച്ച് നാട് നീളം നടന്ന കൂട്ടർക്ക് ഇപ്പൊ പറ്റി. ഇതിനാണ് പറയുന്നത് അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം എന്ന് പറഞ്ഞാൽ തെണ്ടിത്തരം. ഇതിന് ഒറ്റ വാക്കേ ഉള്ളൂ, തെണ്ടിത്തരം, നാറിത്തരം. അതിനങ്ങപ്പുറമൊന്നും ഇല്ല. ഇനി വല്ല വാക്കുകൊണ്ട് പറയട്ടോ. അങ്ങനെ CPM-ന്റെ 1 നമ്പർ തെണ്ടിത്തരം. ഇതില് പേജുകൾ തന്നെ മറച്ചു കഴിഞ്ഞാൽ ഇനി ഒരുപാട് സംഭവമുണ്ട്. മറ്റൊന്നെന്താ പറയുക, കുന്നപ്പള്ളിയും വിൻസെന്റും കോൺഗ്രസിൽ ഇല്ലേന്ന് ചോദിച്ചാൽ അതെ, കോൺഗ്രസ്സുകാരെ പാവം പേടിപ്പിച്ച് കണ്ണുരുട്ടി പേടിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു കോടതിയും പെണ്ണുപിടിയനാണ് അല്ലെങ്കിൽ സ്ത്രീ പീഡകനാണ് എന്നൊന്നും ഒരു കോടതിയും പറയാത്ത, എവിടുന്നോ ഏതോ 2 സ്ത്രീകൾ എവിടേക്കുന്നൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് ഇവര് പറഞ്ഞ 2 പരാതികളുടെ അടിസ്ഥാനത്തിൽ കണ്ണുരുട്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് രാജിവെപ്പിച്ച് സ്വന്തം കൂട്ടത്തിലുള്ള ഒന്നാം നമ്പർ ഇതിലൊക്കെ ട്രോഫി വാങ്ങിയ വലിയ ട്രോഫി വാങ്ങിയ ടീമൊക്കെ ഇങ്ങനെ അണിനിരന്ന് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ആരും പുറത്താക്കില്ല, ഞങ്ങൾ മുകേഷിനെ പുറത്താക്കില്ല. കാരണം എന്താണ്? മുകേഷ് സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലാണ് മത്സരിച്ചത്. പക്ഷേ ഗോവിന്ദൻ പറയുന്നത് എന്താ അറിയോ? അത് എന്താ പറയാ, ഞങ്ങളുടെ പാർട്ടിയല്ല, പാർട്ടി മെമ്പർ അല്ല. പാർട്ടി മെമ്പർഷിപ്പിന്റെ ഫോം വരെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സർവറ പാറി കളിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞത് ഇതൊന്നും മുകേഷ് രാജിവെക്കണ്ട. കാരണം മുകേഷ് ഞങ്ങളുടെ പാർട്ടി അംഗമല്ല. അയാൾ ഒരു ജനപ്രതിനിധി മാത്രമാണ്. അതുകൊണ്ട് രാജിവെക്കണ്ട. അപ്പം ഗോവിന്ദ നമ്മളെ പത്മകുമാർ രാജിവെക്കണ്ടേ? പത്മകുമാർ പാർട്ടി അംഗല്ലേ? പത്മകുമാർ പാർട്ടി അംഗമാണ്. പക്ഷെ പത്മകുമാർ ജനപ്രതിനിധിയല്ല. അതുകൊണ്ട് പത്മകുമാരൻ രാജിവെക്കണ്ട. ഇമ്മാതിരി വാദഗതി പറയുന്ന എന്റെ മക്കളെ, കൈ കിട്ടിങ്ങളുണ്ടല്ലോ, ഇങ്ങനെ അരച്ച് കലക്കി കുടിക്കാന്നൊക്കെ പറയും. അരച്ച് കലക്കി കുടിക്കാനുള്ള ഒരു അമ്മാതിരി മുതലുകളാണ് കേട്ടോ. അത് മുകേഷ് രാജിവെക്കണ്ട. കാരണം മുകേഷ് ജനപ്രതിനിധി മാത്രമാണ്, പാർട്ടി അംഗമല്ല. കള്ളത്തരം പറയണേ, പാർട്ടി അംഗമല്ല. അതുകൊണ്ട് രാജിവെക്കണ്ട. പത്മകുമാർ പാർട്ടി അംഗമാണ്, പക്ഷെ ജനപ്രതിനിധിയല്ല. അതുകൊണ്ട് മൂപ്പരും രാജിവെക്കണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും രാജിവെക്കൂലോ. ഞങ്ങളെ പി ശശി രാജിവെക്കൂല, PK ശശി രാജിവെക്കൂല, ഒരാളും രാജിവെക്കൂല. മന്ത്രിയുണ്ട്, മരുവൻ മന്ത്രിയാണ്. പണ്ട് ഗാർഹിക പീഡന കേസുകൾ ഞാൻ രാവിലെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഞാൻ വേണമെങ്കിൽ മുഴുവൻ വായിച്ചു തരാം, അതിന് സമയമില്ല. അതുകൊണ്ടാണ് അങ്ങനെ മറ്റേ മൂക്കിന്റെ പാലടിച്ച് തകർത്ത ആള് ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞ കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ഞങ്ങളെ കൂട്ടത്തിലുള്ള ആരും രാജിവെക്കില്ല. അത് കണ്ടാരും പനിക്കണ്ട. പക്ഷെ നിങ്ങൾ രാജിവെക്കണം കേട്ടോ. നിങ്ങൾ മാങ്കൂട്ടൻ രാജിവെച്ച പോരാന്ന് ആ വിൻസെന്റ് രാജിവെക്കണ്ടേ? അതാണ് ഇന്നലെ ഇതൊക്കെ കഴിഞ്ഞപ്പോ പാവം കോൺഗ്രസ്സുകാർ വിചാരിച്ച് എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് രാജിവെപ്പിച്ചാൽ ഞങ്ങൾ ഭയങ്കര ആദർശശാലികളെന്ന് പറയില്ല. അപ്പോഴാണ് പിണറായി പറഞ്ഞത് അതിലൊന്നും വല്ല കാര്യമില്ല, നിങ്ങൾ നേരത്തെ രാജിവെപ്പിക്കേണ്ടതായിരുന്നു. ഇപ്പൊ രാജിവെച്ചിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ നേരത്തെ രാജിവെപ്പിക്കേണ്ടതായിരുന്നു. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ 2 ആൾ കൂടിയുണ്ട്, വിൻസെന്റ് ഉണ്ട്, പിന്നെ മറ്റേ ആളുണ്ടല്ലോ, ഏത് നമ്മളെ മറ്റേ എറണാകുളത്തെ മറ്റേ MLA. ഈ 2 കൂട്ടരും സ്ത്രീ പീഡകരാണ്. 2 കൂട്ടർ ഇപ്പൊ അവിടെ ഉണ്ടല്ലോ. അവരും കൂടി രാജിവെപ്പിക്കി. ഏതായാലും എനിക്ക് കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത് എന്താ അറിയോ? നിങ്ങൾ എങ്ങനെയെങ്കിലും ആ 2 എണ്ണത്തിനും കൂടി രാജിവെപ്പിക്കി. എന്നിട്ട് പറയും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാ സ്ത്രീ പീഡക പരാതിയുള്ളവരൊക്കെ രാജിവെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളെ കൂട്ടത്തിലുള്ള സ്ത്രീ പീഡന പരാതിയുള്ള ആൾക്കാർക്കൊന്ന് രാജിവെച്ചാട്ടെ എന്ന് ചോദിച്ചാൽ അതോടുകൂടി കേരളത്തിൽ പിന്നെ CPM ഉണ്ടാവില്ല. പിന്നെ ആരുണ്ടാവുക? പാർട്ടിയിലെ സ്ത്രീ പീഡകര് മുഴുവൻ രാജിവെച്ചാൽ പിന്നെ പാർട്ടി ഉണ്ടോ? പിന്നെ പാർട്ടി ഇല്ല. CPM എന്ന് പറഞ്ഞാൽ 1 നമ്പർ പീഡകരുടെ പാർട്ടിയാണ് എന്ന് കൂടി ഇവർ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ കള്ളന്മാരുടെ പാർട്ടി, അഴിമതിക്കാരുടെ പാർട്ടി, അമ്പലക്കള്ളന്മാരുടെ പാർട്ടി. ഇപ്പതാ
ഛർദി തിന്നുന്നതിൽ ഒന്നാം സ്ഥാനം കേട്ടോ. ഛർദിച്ചത് തിന്നുന്നതിൽ ഒന്നാം സ്ഥാനം. അതിലൊന്നാമൻ അതിനുവേണ്ടി മത്സരിക്കുകയാണ്. ആര് മത്സരിക്കുന്നു? ഗോവിന്ദ മത്സരിക്കുന്നുണ്ട്, പിണറായി മത്സരിക്കുന്നുണ്ട്, നമ്മളെ പൂമരനും മത്സരിക്കുന്നുണ്ട്. ആർക്കൊന്നാം സ്ഥാനം? അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ആർക്കാണ് ഛർദി നക്കി തിന്നുന്നതിൽ ആർക്കാണ് ഒന്നാം സ്ഥാനം? പിണറായിക്കാണോ, ഗോവിന്ദനാണോ, പൂമരനാണോ? നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.